നമസ്കാരം, ഞാൻ ഫിലിപ്പ് മമ്പാട്. മലപ്പുറം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു ഈ ഫിലിപ്പ് മമ്പാട്. ഇപ്പം അകത്ത് കിടക്കുക പോക്സോ കേസിൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ വിശ്വസിക്കണം? നമ്മൾ റീല് കണ്ടും മറ്റതൊക്കെ കണ്ട് ഓരോരുത്തരെ വലിയ ദേവന്മാരായിട്ടൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കും, അല്ലെങ്കിൽ ദേവതമാരായിട്ടൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കും. പക്ഷെ പിന്നെ വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. വാർത്ത ഇങ്ങനെയാണ്. ഈ വാർത്ത ഇവിടെ വയ്ക്കാം. 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേറ്ററുമായ ഫിലിപ്പ് മാമ്പാട് പിടിയിൽ. ഈ വ്യക്തിയെ, ഇപ്പം ഈ പറയുന്ന സ്ക്രീനിൽ കാണുന്ന വ്യക്തിയെ കാണാത്തവരായിട്ട് അല്ലെങ്കിൽ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല എന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥനൊന്നുമില്ല. ഇപ്പൊ ഈ പുള്ളി ഈ പറയുന്ന മോട്ടിവേഷൻ ആണ്. അതുമല്ല ലഹരി വിരുദ്ധ സംഭവങ്ങളൊക്കെ ആയിട്ട് പലവർക്കും വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് കൊടുക്കുന്ന ഒരാള് ഇങ്ങനെ ചെയ്തു എന്നുള്ള വാർത്ത. അതായത് പോക്സോ കേസിൽ ഉള്ളയിലാണ്. അതിപ്പം ഈ പറയുന്ന എന്താണ്, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കൊടുത്തത് കേസ്. അതിപ്പോ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അറസ്റ്റ് ഉടനെ നടക്കും. ഞാൻ ഈ വാർത്ത ഇടുമ്പോൾ അറസ്റ്റ് നടന്നിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഈ പുള്ളിയെ ഞാൻ ബ്ലെയിം ചെയ്യാൻ പോകുന്നുമില്ല. പക്ഷേ കണ്ടതിലും നമ്മുടെ വാർത്ത വന്നതിലും ഒക്കെ എനിക്ക് തോന്നുന്നത്, ഈ പുള്ളിയുടെ സാഹചര്യം ഒക്കെ തോന്നുമ്പോൾ ഇത് സത്യമാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം ഈ പറയുന്ന പുള്ളി ആരാണെന്ന് അറിയാമോ? പുള്ളി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു പഴയകാല റീല് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നമസ്കാരം, ഞാൻ ഫിലിപ്പ് മമ്പാട്. മലപ്പുറം ട്രാഫിക് കൺട്രോളിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കണേ. സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങളിത് കാണാതെ പോകരുത്. പൂക്കോട്ടുംപാട് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീ അമൃതരംഗൻ സാർ. ഓക്കെ, ഇതാണ് പുള്ളിയുടെ ആദ്യകാല വീഡിയോയിലൊന്ന്. ഇതിന് ശേഷമാണ് ഈ പുള്ളി വൈറലായി പിന്നെ ഭയങ്കര വൈറലാവുകയും പിന്നെ ഈ പുള്ളി ഇവരുടെ ട്രാഫിക്കിലായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, ജോലിയൊക്കെ എനിക്ക് ലീവ് എടുക്കുകയും ഉപേക്ഷിക്കുകയും എന്തോ ചെയ്തു. പിന്നെ ഫുൾ ടൈം ഈ പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറും ഈ പറയുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ആയിട്ട് ഈ പുള്ളി വേറെ ലെവലിലായി എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്ത. അത് ഇന്ന് വന്ന വാർത്ത ആദ്യം കാണുക. ഓക്കെ, കേൾപ്പിക്കാം. ഫിലിപ്പ് മമ്പാടിന്റെ കാര്യം പറഞ്ഞു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു ഈ ഫിലിപ്പ് മമ്പാട്. ഇപ്പം അകത്ത് കിടക്കുക പോക്സോ കേസിൽ. പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പോലീസ് കസ്റ്റഡിയിൽ. കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ 16 വയസ്സുകാരിയുടെ പരാതിയിലാണ് നടപടി. കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ചേവായൂർ പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മുബഷിപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിപ്പി അക്ബർ, ഈ ഫിലിപ്പ് മമ്പാട് ഇടയ്ക്ക് ചില മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തിയിരുന്ന ആളല്ലേ? ഇയാളൊരു പോലീസുകാരൻ കൂടിയല്ലേ? എന്താണ് സംഭവിച്ചത് മുബഷീർ? അതെ അരുൺകുമാർ, അദ്ദേഹം ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. മോട്ടിവേഷൻ വീഡിയോ ഉൾപ്പെടെ ചെയ്യാറുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ചെവായൂർ മേഖലയിലെ ഒരു 16 വയസ്സുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ചെവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 16-കാരിക്ക് നേരെ ഇയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് തന്നെ കണ്ടെത്തുന്നത്. ഈ കാസർകോട്ടെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പെൺകുട്ടിയെ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫിലിപ്പ് മമ്പാടിനെ ഇന്നലെ അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ വസതിയിൽ നിന്നാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചതായ ഒരു ഘട്ടത്തിൽ നിലമ്പൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ പുറത്തിറക്കും. അറസ്റ്റും അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിലമ്പൂർ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേസ് നിലമ്പൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ചെവായൂർ പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായിട്ടുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതായി നിലമ്പൂർ പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.
ഈ മോട്ടിവേഷൻ വീഡിയോ ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു. മുൻപ് പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ മോട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധി ആളുകൾ വരാറുണ്ട്. അത്തരത്തിൽ വന്ന ഒരു 16-കാരിയെ ഈ വിധത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, 16-കാരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സോ +1 ഒക്കെ ആയിരിക്കും കുട്ടികൾ. അപ്പൊ ഈ പുള്ളിയുടെ ഇൻസ്റ്റ ഞാൻ കയറി തപ്പിയപ്പോൾ ഈ പുള്ളിയുടെ ഇൻസ്റ്റയ്ക്കകത്ത് മൊത്തം ഇത് തന്നെയാണ് കേട്ടോ. ഈ പുള്ളിയുടെ ഇൻസ്റ്റയ്ക്കകത്ത് മൊത്തം ഈ പറയുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ 10ാം ക്ലാസ്സിലെ ഈ പിന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഇവിടെ ഒരുപാട് ഈ കുട്ടികളുമായിട്ടുള്ള ഒരു സമ്പർക്കം പുള്ളിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പുള്ളിയുടെ ഇൻസ്റ്റ ഞാൻ ഇവിടെ ഒന്ന് വയ്ക്കാം, നിങ്ങൾ നോക്കിക്കോണേ. ഇതാണ് ആ പുള്ളിയുടെ ഇൻസ്റ്റ, ഫിലിപ്പ് മാമ്പാട്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഓരോ അമ്മമാരിന്ന് കരയാണ് ഈ പുള്ളിയുടെ മോട്ടിവേഷൻ സംഭവം കണ്ടിട്ട്. നമസ്കാരം ഉണ്ടേ. പറയുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ പുള്ളിയുടെ മൊത്തത്തിലുള്ള എല്ലാവരും കാണുന്നത്. ഇവിടെയും കുട്ടികളാണ്. അപ്പൊ കുട്ടികളുമായിട്ട് ഒരുപാട് സമ്പർക്കമുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായി. നേരെ നാദാപുരത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ചൂരൽമലയില് ഇവിടെ നമ്മൾ വിചാരിക്കൂ ഓർക്കണം, ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ എനിക്ക് സമ്മാനിച്ചത് ഈ മലപ്പുറത്തിന്റെ മണ്ണാണ്. വിലയിടരുത് കേട്ടോ. കുരുത്തം കെട്ടവൻ തലതെറിച്ചവൻ താൻ തോന്നി കൊള്ളാത്തവന് വിലയിടരുത്. നമ്മളൊക്കെ റോട്ടിലൊക്കെ വീട് കടന്നാൽ ഈ താൻ തോന്നി തലതെറിച്ചവന്മാർ ഓടി വന്ന് നമ്മളെ കൊണ്ടുപോകും ആശുപത്രിയിൽ. അവിടെയൊക്കെ ചിലപ്പോൾ മുഴുവൻ ദിവസമൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസും ഏറ്റവും കൂടുതൽ നല്ല നല്ല കമന്റുകളൊക്കെ വന്നത് നിങ്ങളുടെ ഒരു ചിത്രങ്ങളൊക്കെ കണ്ടപ്പോഴാണ്. പ്രത്യേകിച്ച് നമസ്കാരം, ഫിലിമമ്പാടാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടൂർ നിലമ്പൂർ റോട്ടിൽ നമ്മുടെ മോട്ടോ ടൗൺ ഹോട്ടോ ഹബിലാണ്. അതായത് നമസ്കാരം, ഫിലിമമ്പാടാണ്. അപ്പൊ ഇന്നാണ് നമ്മുടെ കണ്ട ഒരു പ്ലേറ്റിൽ ഞാൻ തട്ടി അങ്ങോട്ട് മെല്ലെ വലിച്ചാണ്. ഈയുടെ മണ്ണ് നല്ല ക്ലൈമറ്റ് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പുള്ളിയെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ, അത് പെൺകുട്ടികളെന്നില്ല ആൺകുട്ടികളെന്നില്ല, അവരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ എന്ത് കാര്യത്തിലും ഈ പറയുന്ന നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ കണ്ടത്. ഈ പുള്ളിയുടെ റീലുകളിൽ ഭൂരിഭാഗവും ഈ പറയുന്ന കുട്ടികളുമായിട്ടുള്ള റീലുകൾ. സ്കൂളുകളിൽ പോയി മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു, ക്ലാസ്സുകൾ കൊടുക്കുന്നു. അവിടെ ഈ പറയുന്ന അമ്മമാർ എല്ലാവരും ഉൾപ്പെടെ ഇരുന്ന് കരയുന്ന, കാരണം അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാള്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് 2 മോട്ടിവേഷൻ ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അയാൾ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുള്ളിക്ക് ഇതുപോലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളോടുമാണ് ഏറ്റവും കൂടുതൽ സമ്പർക്കം കൂടുതൽ എന്നുള്ളത് സത്യമാണ്. അപ്പൊ പല വീട്ടുകാരും അമ്മമാരും അച്ഛന്മാരും ഈ കുട്ടികളെയും കൊണ്ട് നേരെ ഈ പുള്ളിയുടെ അടുത്ത് കൺസൾട്ടന്റിന് വേണ്ടിയിട്ട് പോകും. മനസ്സിലായി? ഈ പുള്ളി ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, ഞാനിപ്പോഴും ആ പുള്ളി അങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് വരട്ടെ. ഇപ്പൊ എനിക്ക് കേട്ടിട്ട് പിന്നെ നിലവിലുള്ള വാർത്തകൾക്ക് കേട്ടിട്ട് ഇത് സത്യമാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എല്ലാവരും എപ്പോഴും ഈ പറയുന്ന സ്ത്രീകളെ കുറ്റം പറയുകയും അല്ലെങ്കിൽ കള്ളക്കേസ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ ഒരു സംഭവത്തിൽ കുറച്ച് സത്യം ഉണ്ട് എന്നാണ് എനിക്ക് പ്രാഥമിക ദൃഷ്ടിയിൽ എനിക്ക് തോന്നുന്നത്. അതുപോലെ പിന്നീട് ഞാൻ ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം നോക്കി, പുള്ളിക്ക് പിന്നെ അതിനുശേഷം പുള്ളി ആദ്യം ഞാൻ പറഞ്ഞില്ല ട്രാഫിക്കിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പുള്ളിയുടെ ഇൻസ്റ്റയിൽ മൊത്തം പ്രൊമോഷൻസ് ആണ്. ഒരു ലോഡ് പ്രൊമോഷൻസ് കിടക്കുന്നത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഓരോ മരുന്നുകളെ കുറിച്ചായിക്കോട്ടെ, ഏതെങ്കിലും വില്ലയെ കുറിച്ച്, അങ്ങനെ പ്രൊമോഷന്റെ ഒരു കളിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പുള്ളി ഹ്യൂജ് ആയിട്ടുള്ള ഒരു സമ്പത്ത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ പുള്ളിയുടെ ഇൻസ്റ്റ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു പ്രൊമോഷന് എത്ര ലക്ഷം രൂപ കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ പുള്ളി സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലീസ് ഈ പറയുന്ന ജോലി പിന്നെ റിസൈൻ ചെയ്തതോ ലീവ് എടുത്തോ അത് കഴിഞ്ഞ് അതിനെ റിസൈൻ ചെയ്തിട്ട് ഈ പുള്ളി ഫുൾ ടൈം ഈ പറയുന്ന പിന്നെ പ്രൊമോഷൻസും ഈ പറയുന്ന മോട്ടിവേഷൻ സ്പീക്കറായിട്ടും
ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ ആയിട്ട് ഈ പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതുമല്ല ഈ പുള്ളിയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഈ പ്രായത്തിലുള്ള ഇപ്പോൾ പറയപ്പെടുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്തായിരുന്നു. അവരുടെ രക്ഷകർത്താക്കളൊക്കെ ആയിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആൾക്കാരായിരുന്നു. അവരിൽ നിന്നാണ് ഇപ്പോൾ ഒരു സംഭവം വന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ ഈ പുള്ളി ഇതിൽ കുറ്റക്കാര് ആണ് എങ്കിൽ ഇത് ഒന്നിലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിൽക്കത്തില്ല. അതൊക്കെയാണ് ഇവിടെ ട്വിസ്റ്റ് വരുന്നത്. നമുക്ക് തോന്നും ഇത് ഒരു പെൺകുട്ടി കൊണ്ടുകൊടുത്ത ഒരു പരാതി, ആ പെൺകുട്ടിയെ കോഴിക്കോടോ അവിടെ കൊണ്ട് ലോഡ്ജിൽ കൊണ്ടുപോയി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, മനസ്സിലാകുന്നത്. അപ്പം ഇതാണ് പരാതിയായിട്ട് വന്നത്. ഇനി ബാക്കിലെ വരാൻ പോകുന്ന എത്ര പരാതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കിയിരുന്നാൽ മതി. ഇനിയിപ്പം ഒരാൾ കൊടുത്തു കഴിയുമ്പോൾ പലർക്കും ഇത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചുമ്മാ പറഞ്ഞു എന്തിനാണ് മാറുന്നത് എന്നുള്ള രീതിയിൽ പലരും ഒഴിച്ചിരിക്കും. ഇത് ഏതോ ഒരു രക്ഷകർത്താവ് രണ്ടും കൽപ്പിച്ച് അത്രയ്ക്കൊരു പീഡനം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം എന്നാണ് പറയുന്നത്. പലരും ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു, ഈ പല പ്രാവശ്യം എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്, ഈ കുട്ടി എങ്ങനെയാണ് ആ ഹോട്ടലിൽ പോയത്, അത് ആദ്യം ആലോചിക്കേണ്ടേ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ. അതിന് ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല, മനസ്സിലായോ? ഇനി അതിന്റെ ഇഷ്ടത്തോടെ ആണെന്നെങ്കിൽ കൂടിയും അതിന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പ്രായപൂർത്തിയാകാത്തൊരു കൊച്ചാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയൊക്കെ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മുതുക്കി കിളവിയൊന്നുമല്ല. 16 വയസ്സായ പെൺകൊച്ച് ചിന്തിക്കാൻ അറിയില്ല, എന്തെന്നറിയത്തില്ല, ഇതിന്റെ വരായികൾ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള, അതുപോലെ ഇവരൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇപ്പം ഈ പറയുന്ന കൺസൾട്ട് കൊടുക്കാനോ എന്തിനെങ്കിലും പറഞ്ഞു തിരുത്ത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കിംഗ് കൊടുക്കാം, റെഡിയാക്കാന്നൊക്കെ പറഞ്ഞു വിളിച്ച് വളരെ ഇഷ്ടമായ ചാൻസസ് ഉണ്ട്. രക്ഷകർത്താക്കൾ വിശ്വസിക്കും. കാരണം ഇങ്ങനെയുള്ള ഇതുപോലെ എല്ലാവർക്കും ഇതുപോലെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി കുട്ടിയുടെ ഉള്ളിൽ ഇതുപോലെ ഒരു മൃഗമുണ്ടെന്ന് പെട്ടെന്നൊന്നും രക്ഷകർത്താക്കൾ മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസമാണ്. എങ്കിൽ കൂടിയും രക്ഷകർത്താക്കൾ മനസ്സിലാക്കാൻ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു. സ്വന്തം അനുജനെ പോലും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? സ്വന്തം അച്ഛനെ പോലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ആരോ ആയിക്കോട്ടെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ റീൽ വഴി കാണുന്നതൊന്നും ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ ഇതേ ഇറക്കൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കുന്ന ആളെയല്ല. ഞാൻ ചിലപ്പോൾ പരുഷമായിട്ട് സംസാരിക്കുന്ന പിന്നെ വീഡിയോസ് ഉണ്ട്. പല വിഷയം ഞാൻ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു. പക്ഷെ എൻ്റെ ഈ നാട്ടിലൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ അവർക്ക് അറിയത്തില്ല, മനസ്സിലായി? നമ്മൾ ഇങ്ങനെയൊന്നും മിണ്ടാത്തപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചാര ഒലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാലൊലിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെല്ലാം ആ പാല് അവരുടെ ഉള്ളിനകത്ത് പാലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആവുകയും ചെയ്യാം, അല്ലാതെ ആകാം എന്നുള്ളതാണ്. അപ്പൊ റീലും റിയാലിറ്റിയും തമ്മിൽ, റിയൽ ലൈഫും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. റീല് കണ്ടിട്ട് ആരും കൊണ്ട്, പ്രത്യേകിച്ച് ഇന്നലെ കണ്ടില്ലേ ഒരു മന്ത്രവാദിയുടെ അടുത്ത് ആ പെൺകുച്ചിനെ കൊണ്ടു കൊടുത്തത്, മറ്റേ മുരാരി തന്ത്രി, അവൻ കാണിച്ചത് കണ്ടോ? അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും രക്ഷകർത്താക്കൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ അനുഭവങ്ങൾ വന്നാലും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഇതുപോലെ കൊണ്ട് അബദ്ധത്തിൽ ചെഞ്ചാടുന്ന അപകടങ്ങൾ ചെന്ന് രക്ഷകർത്താക്കൾ ഒരുപാടാണ്. നമ്മുടെ നഷ്ടമൊക്കെ വേണ്ടി നമുക്ക് കാണാം. ശരി.